ഓടി വരൂ, റൈഡ് റെഡി. നിങ്ങളുടെ പ്രിയപ്പെട്ട ചില റൈഡുകൾ വന്ന വഴി. മേളകളിലും പാർക്കുകളിലും ഒക്കെ പലതരം റൈഡുകളൊക്കെ കണ്ടിട്ടില്ലേ? ഈ റൈഡുകളിൽ ചിലതിന്റെ രസകരമായ കഥകൾ കേട്ടാലോ? ആകാശത്തൊരു തുള്ളിച്ചാട്ടം. വളഞ്ഞു പൊളഞ്ഞ ട്രാക്കിലൂടെ ചീറിപ്പാഞ്ഞും തുള്ളിക്കുലുങ്ങിയും മൂക്കുകുത്തിച്ചാടിയും പോകുന്ന കൊച്ചു ട്രെയിൻ, അതാണ് റോളർ കോസ്റ്റർ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഈ റൈഡിന്റെ മുൻഗാമി 17-ാം നൂറ്റാണ്ടുകാരനാണ്. റഷ്യൻ പർവ്വത നിരകളിൽ തെന്നി നീങ്ങുന്ന ഐസ് സ്ലൈഡുകൾ. ഇത് കണ്ട കാതറിൻ ദി ഗ്രേറ്റ് എന്ന റഷ്യൻ ഭരണാധികാരി 1784 സെന്റ് പീറ്റേഴ്സ്ബർഗിലെ തന്റെ പൂന്തോട്ടത്തിൽ റോളർ കോസ്റ്ററിന്റെ ആദ്യ രൂപം ഉണ്ടാക്കി. 1817 ഫ്രഞ്ചുകാരും ചെറിയ 2 റോളർ കോസ്റ്ററുകൾ ഉണ്ടാക്കി. അവർക്കും ഇതിലെ തുള്ളിക്കുലൊക്കെ ഇഷ്ടായി. 1884 ന്യൂയോർക്കിലെ കോണി ഐലൻഡ് തീം പാർക്കിൽ ലാമാർക്കസ് തോംസൺ ആദ്യമായി ആധുനിക രീതിയിലുള്ള ഒരു റോളർ കോസ്റ്റർ സ്ഥാപിച്ചു. റോളർ കോസ്റ്ററിന്റെ പിതാവ് എന്ന പേരും പേറ്റന്റും അങ്ങനെ അദ്ദേഹത്തിന് സ്വന്തമായി. കണ്ടുപിടിക്കുന്നയാൾ നേടിയെടുക്കുന്ന നിയമപരമായ അവകാശത്തിന്റെ പേരാണ് പേറ്റന്റ്. സ്പെയിൻകാരനായ ജോസഫ് ഒലറാണ് 1887 വാണിജ്യാടിസ്ഥാനത്തിൽ റോളർ കോസ്റ്ററുകൾ നിർമ്മിച്ചു തുടങ്ങിയത്. ഭീമൻ ചക്രം. 1893 ഷിക്കാഗോയിൽ നടന്ന ഒരു ലോകമേളയിലാണ് ഇപ്പോഴത്തെ തരത്തിലുള്ള ഫെറിസ് വീൽ എന്ന ഭീമൻ ചക്രം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. നിർമ്മാതാവായ ജോർജ് വാഷിംഗ്ടൺ ഗെയിൽ ഫെറിസ് ജൂനിയർ എന്ന എഞ്ചിനീയറുടെ പേരിൽ ഇതറിയപ്പെട്ടു. അരങ്ങേറിയ ദിവസം മുതൽ ഹിറ്റായ റൈഡാണ് ഫെറിസ് വീൽ. വലുപ്പം കാരണം ഇതിനെ മറ്റൊരു പേരിലും ആളുകൾ വിളിക്കാറുണ്ട്. എന്താ അറിയോ? ജയന്റ് വീൽ. കുതിരപ്പുറത്തിരുന്ന് കറങ്ങിയാലോ? വൃത്താകൃതിയിൽ കറങ്ങുന്ന പ്ലാറ്റ്ഫോം, കുതിര, ആന, അരയന്നം തുടങ്ങിയവയുടെ ആകൃതിയിലുള്ള ഇരിപ്പിടങ്ങൾ ഇതിൽ കാണാം. കെറൗസൽ എന്ന റൈഡ്. അറേബ്യക്കാരാണ് ആദ്യമായിട്ട് കെറൗസൽ ഉണ്ടാക്കിയതെന്ന് കരുതപ്പെടുന്നു. കുതിരപ്പടയാളികൾക്ക് കുതിരസവാരിയുടെ ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കാനാണത്രേ അവരിതുണ്ടാക്കിയത്. 1861 തോമസ് ബ്രാഡ്ഷോ എന്നയാളാണ് ആവിയിൽ പ്രവർത്തിക്കുന്ന കെറൗസൽ ഉണ്ടാക്കിയത്. 1880 മുതൽ അമേരിക്കയിൽ പ്രചാരത്തിലായ കെറൗസൽ പിന്നീട് ലോകത്തെല്ലായിടത്തും എത്തിയത്രേ. കടൽ കൊള്ളക്കാരുടെ കപ്പൽ. ഉയരത്തിലുള്ള ഇരുമ്പുദണ്ടുകൾക്കിടയിലൂടെ അതിവേഗമാടുന്നൊരു കപ്പൽ, അതാണ് പൈറേറ്റ് ഷിപ്പ്. കടൽ കൊള്ളക്കാരുടെ കപ്പലായ ഗോണ്ടോളയുടെ ആകൃതിയിലുള്ള കപ്പലിലാണ് ഇരിപ്പിടങ്ങൾ. 1897 ഒക്ലഹോമയിൽ ചാൾസ് എന്നയാളാണ് ആദ്യമായി ഇത് അവതരിപ്പിച്ചത്. ഓഷ്യൻ വേവ് എന്ന് പേരിട്ട പുതിയ റൈഡ് ചാൾസും സഹോദരന്മാരും ചേർന്ന് നടത്തുന്ന സർക്കസിൽ അവതരിപ്പിച്ചു. ഇത് സംഗതി സൂപ്പർ ഹിറ്റ്. ഇതിന്റെ പരിഷ്കരിച്ച രൂപങ്ങളായിരുന്നുള്ളത്. മതിയായ സുരക്ഷയുണ്ടോയെന്ന് ഉറപ്പാക്കിയതിനു ശേഷമേ ഇത്തരം റൈഡുകളിലൊക്കെ കയറാവൂ കേട്ടോ.